ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് ചാണ്ടി ഉമ്മൻ എം.എൽ.എ. രാജ്യത്ത് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ജനാധിപത്യം സംരക്ഷിക്കുക, വികസനം ഉറപ്പാക്കുക, മതേതരത്വം കാത്തുപരിപാലിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. രാമഗിരി പഞ്ചായത്ത് 13-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി VA ബാലകൃഷ്ണന്റെ ഇലക്ഷൻ പ്രചാരണാർത്ഥം നടത്തിയ പദയാത്രയിൽ പങ്കെടുക്കുമ്പോൾ KCB ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. രാമഗിരി പഞ്ചായത്തിൽ 13-ാം വാർഡിൽ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത് ഞാൻ പറയും ദേശീയ തലത്തിൽ തന്നെ നടത്തുന്ന കോൺഗ്രസ് നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുകയാണ്. എന്താണ്? ജനാധിപത്യം സംരക്ഷിക്കുക, വികസനം ഉറപ്പാക്കുക. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇവിടെ മത്സരിക്കുന്നത്. നിങ്ങളുടെ രാജ്യത്ത് ജനാധിപത്യത്തിനും വികസനത്തിനും മതേതരത്തിനും വേണ്ടി നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ രാമഗിരി മത്സരിക്കുമ്പോൾ ഇവിടുത്തെ മതേതരത്വവും ഐക്യവും അതുപോലെ തന്നെ വികസനവും ഉറപ്പാക്കാനാണ്, ഈ നാട്ടിൽ സമാധാനം ഉറപ്പാക്കാനാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഇതുപോലെ ഒരു ഭരണം കേരള ചരിത്രത്തിൽ ഉണ്ടാവാത്ത രീതിയിൽ ഇവിടുത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാർ, ഇവിടുത്തെ ജനങ്ങളെ എന്താ പറയുക, എല്ലാ തരത്തിലും വഞ്ചിച്ച സർക്കാർ. ഇപ്പോൾ ഒരു പരാജയം കഴിഞ്ഞപ്പോൾ 60% കെട്ടിട നികുതി കുറച്ചത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ഒരു സർക്കാർ ഇവിടെ ഉണ്ടാവണമെങ്കിൽ മാറ്റങ്ങൾ എന്തായാലും 26-ൽ വരും. പക്ഷെ അതിനു മുമ്പ് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവണമെങ്കിൽ തിരിച്ചടി കൊടുത്താൽ മാത്രമേ ഇവർ തിരുത്താൻ തയ്യാറാവത്തുള്ളൂ. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ചാണ്ടി ഉമ്മൻ നടത്തിയത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജു, കുട്ടനാട് UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ, DCC ഭാരവാഹികളായ സജി ജോസഫ്, K ഗോപകുമാർ, പ്രമോദ് ചന്ദ്രൻ, JT റാംസെ, R രാജുമോൻ തുടങ്ങിയവരും ചാണ്ടി ഉമ്മനൊപ്പം ഉണ്ടായിരുന്നു. രാമഗിരി പഞ്ചായത്ത് 13-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30-ന് പള്ളിക്കൂട്ടുമയിൽ നിന്നും വേഴപ്ര കാപ്പിശ്ശേരി ജംഗ്ഷനിലേക്കായിരുന്നു NDA മുന്നണിയുടെ കുട്ടിക്കലാശം. നൂറോളം പ്രവർത്തകരാണ് കലാശക്കൊട്ടിൽ പങ്കെടുത്തത്. BJP ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ, മണ്ഡലം പ്രസിഡന്റ് വിനോദ് G മഠത്തിൽ, മണ്ഡലം സെക്രട്ടറിമാരായ സുഭാഷ് പറമ്പിശ്ശേരി, മാത്യു ജോസഫ് തെക്കേപ്പറമ്പൻ, അജി മണലാടി തുടങ്ങിയവർ കലാശക്കൊട്ടിന് നേതൃത്വം നൽകി. ശുഭപ്രഭയാണ് NDA സ്ഥാനാർത്ഥി. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ച് ആശുപത്രിക്കായി വാങ്ങിയ ആംബുലൻസിന്റെ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ആംബുലൻസ് സർവീസ്. എപ്പോഴാണ് നമുക്ക് അപകടങ്ങളും ആപത്തുകളും ഉണ്ടാകുന്നത് എന്നറിയാൻ പറ്റില്ല. അപ്പോഴൊക്കെ നമ്മൾ അഭയം പ്രാപിക്കുന്നത് ആംബുലൻസുകളെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആശുപത്രികൾക്കും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമൊക്കെ ഇത്തരം ആംബുലൻസുകൾ ഇന്ന് അത്യാവശ്യമാണ്. പാവപ്പെട്ടവരും സാധാരണക്കാരും അവരൊരു ആപത്തിലും അത്യാവശ്യത്തിനും എമർജൻസിയില് ആശുപത്രിയിലും അതുപോലെ ഒക്കെ പോകണമെങ്കിൽ ആ ആംബുലൻസ് അഭയം പ്രാപിക്കുന്നത് സർക്കാർ ആശുപത്രികളെയും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയുമാണ്. അവിടെ റീസണബിളായ റേറ്റില് ഈ ആംബുലൻസുകൾ കിട്ടും. ഇതിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് മധുരാജ് അധ്യക്ഷനായിരുന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രസീല താക്കോൽ ഏറ്റുവാങ്ങി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃഷ്ണകുമാർ, ആശുപത്രി വികസന സമിതി അംഗങ്ങളായ PN നൌഷാദ്, PH നാസർ, ജോസുകുട്ടി നെടുമുടി, ജെയിംസ് കാലാവടക്കൻ, സുധീർ ശങ്കരമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ഒന്നിന് 1,24,000 രൂപ വില വരുന്ന ഇലക്ട്രോണിക് വീൽ ചെയറുകൾ 44 ഗുണഭോക്താക്കൾക്ക് 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലഭ്യമാക്കിയത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ HSLM MLA വീൽ ചെയറുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനൊരു മനുഷ്യന്റെ പ്രയാസകരമായ ജീവിതഘട്ടത്തിൽ ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ അവരോട് ചേർന്ന് ജീവിക്കുക എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. കേവലമായ ഒരു ഔദ്യോഗികമായ കടമ നിറവേറ്റപ്പെടുന്നതല്ല. ഇങ്ങനെ ഒരു മുഖം ജില്ലാ പഞ്ചായത്തിന് ആവിഷ്കരിക്കാൻ കഴിയുന്നതിന് കാരണം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി ഭരണാധികാരികൾ വന്നിരിക്കുന്നവരെല്ലാം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പ്രത്യേകത പഞ്ചായത്തിന്റെ പ്രവർത്തന വഴികളിൽ
കക്ഷിരാഷ്ട്രീയത്തിന്റെ വേർതിരിവോ വിവേചനമോ ഒന്നും കാണിക്കാറില്ല. ഒറ്റക്കെട്ടായിട്ടാണ്, ഒരു ടീമായിട്ടാണ് എല്ലാവരും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഓരോ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെയും അവർ ജീവിക്കുന്ന പ്രദേശത്തെ പ്രവർത്തനം പരിശോധിക്കപ്പെട്ടാൽ അവരെല്ലാം ഏതെങ്കിലും നിലയ്ക്ക് സാമൂഹ്യമായി ദുർബലപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ പ്രത്യേകമായ ആക്ടിവിറ്റി നടത്തുന്നവരാണ്. മിക്കവാറും ആളുകൾ നോക്കിയാൽ അവരെല്ലാം പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെന്നാണ്. അപ്പൊ തങ്ങളുടെ പൊതുജീവിതത്തിന്റെ ഒരു പാർട്ടായി, ഒരു ഭാഗമായി സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്കും അംഗപരിമിതർക്കും ഉൾപ്പെടെ ജനോപകാരപ്രദമായ പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്നും അതിനാലാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നതെന്നും എച്ച് സലാം പറഞ്ഞു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായിരുന്നു. 55 അപേക്ഷകരിൽ നിന്ന് 44 പേർക്കാണ് ഇപ്പോൾ വീൽ ചെയറുകൾ നൽകുന്നതെന്നും ബാക്കിയുള്ള അപേക്ഷകർക്ക് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇവ കൈമാറുമെന്നും കെ ജി രാജേശ്വരി അറിയിച്ചു. വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിനു ഐസക് രാജു, MV പ്രിയ ടീച്ചർ, അംഗങ്ങളായ ജോൺ തോമസ്, അനന്തു രമേശൻ, വി ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ആനപ്രമ്പാൽ ജലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ജലോത്സവം സെപ്റ്റംബർ 22-ന്. കുട്ടനാട് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള 5ാമത് ആനപ്രമ്പാൽ ജലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനവും ആദ്യ സംഭാവന സ്വീകരിക്കലും ഞായറാഴ്ച നടത്തി. കൊച്ചമ്മനം ജംഗ്ഷനിൽ ഓഫീസിന്റെ ഉദ്ഘാടനം തോമസ് കെ തോമസ് MLA നിർവഹിച്ചു. ഞങ്ങളുടെ പപ്പായൊക്കെ കൊച്ചു കൊള്ളത്തേരെ കൊണ്ടുപോയി വലിയ അത്ഭുതമാണ്. ഈ കുരിശ് പള്ളി കുരിശിന്റെ അവിടെ കഴിയുമ്പോൾ വളരെ ഇടിച്ചു കിടുന്നതാണ്. നമുക്ക് പിടിയും നമ്മുടെ ധാരണ അത്ഭുതം നടക്കാണ്. അതുപോലെ ഞങ്ങളുടെ അറിയാതെ തുടങ്ങുമ്പോൾ ടൈറ്റ് കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞ് ടൈറ്റ് കഴിയുമ്പോൾ ഫ്രീയാകുന്നു. അവിടെ കുരിച്ചു അപ്പൊ ഞാൻ പല ചിന്തകളാണ് നമ്മുടെ എല്ലാം മനസ്സിൽ. യോഗത്തിൽ ജലോത്സവ സമിതി ചെയർമാൻ ബിജു പറമ്പങ്കൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി മുഖ്യപ്രഭാഷണം നടത്തി. പ്രമുഖ വ്യവസായി പ്രിന്നു ശാന്തപ്പനിൽ നിന്നും ജലോത്സവ സമിതി ജനറൽ കൺവീനർ സുനിൽ മൂലയിൽ ആദ്യ സംഭാവന ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ, കുട്ടനാട് സാംസ്കാരിക വേദിയുടെ പ്രതിനിധി ജിനു ശാസ്താംപറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പുന്നമടയെ പുളകിതയാക്കി തലവടി ചുണ്ടൻ. ജലോത്സവ പ്രേമികളെ ആവേശത്തിലാഴ്ത്തിയായിരുന്നു തലവടി ചുണ്ടനിൽ ചുണക്കൂട്ടന്മാർ ആലപ്പുഴ പുന്നമടക്കായലിൽ പ്രദർശന തുഴച്ചിൽ നടത്തിയത്. UBC കൈനഗിരിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രദർശന തുഴച്ചിൽ പ്രവാസ വ്യവസായി ചെയർമാൻ റിജി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാപ്റ്റൻ പത്മകുമാർ പുത്തൻപറമ്പിൽ ആദ്യ വിസിൽ അടിച്ചതോടെ പുന്നമടയെ പുളകിതയാക്കി തലവടി ചുണ്ടൻ ഓളപ്പരപ്പുകൾ കീറിമുറിച്ച് മുന്നേറി. പ്രദർശന തുഴച്ചിലിന് മുന്നോടിയായി UBCയുടെ കൈനഗിരി ക്യാമ്പിൽ തലവടി ചുണ്ടൻ ഓവർസീസ് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തുഴച്ചിൽക്കാർക്കായുള്ള ജേഴ്സികൾ വിതരണം ചെയ്തു. ജേഴ്സി വിതരണം തലവടി ചുണ്ടൻ സമിതി സെക്രട്ടറി റിക്സൺ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. UBCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ, ഏറ്റവും ഫാൻ ബേസ് ഉള്ള, ഏത് സമയത്തും കഴിവ് തെളിയിക്കാൻ പറ്റുന്ന, ഏത് സമയത്തും നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു ഇൻപുട്ട് തരാൻ പറ്റുന്ന ടീമാണ് UBC കരയിൽ എന്ന് പറയുന്നത്. തലവടി ചുണ്ടന്റെ ഭാരവാഹി എന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ്. തലവടി ചുണ്ടൻ ഏറ്റവും വിശ്വസ്തമായ കൈകളിലേക്കാണ് ഞങ്ങൾ ഏൽപ്പിച്ചത്. നിങ്ങൾ ഞങ്ങൾക്ക് ഈ ട്രോഫി നേടിത്തരുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ട പ്രസിഡന്റും ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനും ഒക്കെ നിങ്ങളോട് പറയുന്ന പോലെ ഇന്നത്തെ ദിവസം ഈ ജലോത്സവ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. മുഴുവൻ കണ്ണുകളും ഈ പുന്നമടയുടെ ട്രാക്കിലേക്കാണ്. UBC എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മുഴുവൻ ജലോത്സവ പ്രേമികളും കാത്തിരിക്കുന്നത്. UBCക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. UBC ഒന്നേ ഉള്ളൂ. ആ UBCയുടെ കരുത്ത്, ആ UBCയുടെ കഴിവ് ഇന്ന് പുന്നമടയുടെ ട്രാക്കിൽ ഉണ്ടാകണം. നിങ്ങളെല്ലാം അത് ചെയ്യുമെന്നുള്ള വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. UBC കൈനഗിരി രക്ഷാധികാരി KA പ്രമോദ് മറുപടി പ്രസംഗം നടത്തി. ചുണ്ടൻ സമിതി വർക്കിംഗ് പ്രസിഡന്റ് ജോമോൻ ചക്കാലയിൽ, ട്രഷറർ അരുൺകുമാർ, വൈസ് പ്രസിഡന്റ് പ്രിൻസ് എബ്രഹാം, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്,
തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം ജോജി ജെ വയലോപ്പള്ളി, UBC ഭാരവാഹികളായ സായി ജോപ്പൻ ഐസക്, സജിമോൻ, ലീഡിംഗ് ക്യാപ്റ്റൻ രാഹുൽ പ്രകാശ്, പരിശീലകൻ സുനിൽ, PM കണ്ണൻ, സിബിൻ മാത്യു തുടങ്ങിയവർ വിവിധ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള A ഗ്രേഡ് വെപ്പ് വള്ളം ആശാ പുളുക്കിക്കളം പുതുക്കി പണിതതിനു ശേഷം ഈ വർഷത്തെ മത്സരങ്ങൾക്കായി നീരണിഞ്ഞു. മുട്ടാർ സെന്റ് തോമസ് പള്ളിക്ക് സമീപം നടന്ന ചടങ്ങിൽ പള്ളി വികാരി ഫാദർ ജോസഫ് കട്ടപ്പുറം വള്ളത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചതിനു ശേഷമായിരുന്നു നീരണിയിക്കൽ ചടങ്ങ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ചമ്പക്കുളം വൈശ്യംഭാഗം ബോട്ട് ക്ലബ്ബാണ് ഈ വർഷം നെഹ്റു ട്രോഫിയിൽ ആശാ പുളുക്കിക്കളത്തിൽ തുഴയെറിയുന്നത്. പുളുക്കിക്കളം കുടുംബാംഗം സേവ്യർ ഉമ്മൻ VBC പ്രതിനിധി ഗോകുൽ സുഭാഷിന് 1ാം പങ്കായം കൈമാറി. ഞായറാഴ്ച രാവിലെ 10-നായിരുന്നു ചടങ്ങുകൾ. വള്ളത്തിന്റെ ഉടമകളും കുടുംബാംഗങ്ങളുമായ അജി മാത്യു, ജോയൽ ബിജു, ജോബിൻ, ത്രേസ്യാമ്മ മാത്യു, ലൂസിയാമ്മ, ജോർജ് എബ്രഹാം എന്നിവരും വള്ളംകളി പ്രേമികരും നിരവധി നാട്ടുകാരും നീരണിയൽ ചടങ്ങിൽ പങ്കെടുത്തു. CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും അനുമോദിച്ച് യോഗം ചേർന്നു. ഇച്ചുസലാം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ നമ്മൾ എല്ലാവരെയും വിളിച്ചൊരു പൊതു ചടങ്ങിന്റെ ഭാഗമായി ഒരുമിച്ചിരുത്തി ഇങ്ങനെ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം ഒരു കുടുംബത്തിലെ മാത്രം ഒരു സന്തോഷം ഒരു സമൂഹത്തിന്റെ ആകെ സന്തോഷമായി മാറുന്നതാണ്. സാമൂഹ്യമായി നമുക്ക് ഒന്ന് വിപുലപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിശ്ചയമായി നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിജയം ഭരിച്ചിട്ടുള്ളത്. ആ കഠിനാധ്വാനമാണ് ജീവിത വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തുടർന്ന് നിങ്ങൾ കണക്കാക്കേണ്ട കാര്യം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ വിജയമാണിത് എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദീർഘവർഷം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എപ്പോഴും വിജയങ്ങൾ മാത്രമല്ല ഉണ്ടാകുന്നത്. CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി അധ്യക്ഷയായിരുന്നു. CPIM തകഴി ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ, ഏരിയ കമ്മിറ്റി അംഗം G രാമചന്ദ്രൻ, CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ, നേതാക്കളായ P സജിമോൻ, KP അഭിലാഷ്, ജോബി, ബെന്നി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മജീഷ്യൻ മനു മങ്കൊമ്പിനു വേണ്ടി മനുവിന്റെ സഹോദരനും KCV ന്യൂസ് എഡിറ്ററുമായ VR വിനോദ് പുരസ്കാരം ഏറ്റുവാങ്ങി. ചങ്ങനാശ്ശേരി നഗരസഭ ആരംഭിച്ച പകൽ വീടിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ ബീന ജോബി നിർവഹിച്ചു. വയോജനങ്ങൾക്ക് ഏകാന്തതയുടെ വിരസത അകറ്റി മാനസിക സന്തോഷം പകരാൻ പകൽ വീട് പ്രയോജനപ്പെടുമെന്ന് ബീന ജോബി അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PN നിസാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ രാജേഷ്, കൗൺസിലർമാരായ കൃഷ്ണകുമാരി രാജശേഖരൻ, ബെന്നി ജോസഫ്, ഗീത അജി, കുഞ്ഞുമോൾ സാബു, സ്മിത സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തലവടി BRCയും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി നടത്തുന്ന ഹോർട്ടികൾച്ചർ തെറാപ്പിക്ക് തുടക്കമായി. തെറാപ്പിക്കായി സജ്ജീകരിച്ച പൂന്തോട്ടത്തിന്റെ ഉദ്ഘാടനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി നിർവഹിച്ചു. ബന്ദിയുടെ തൈയാണ് ഇന്നിവിടെ നട്ടിരിക്കുന്നത്. നമുക്കറിയാം, കുഞ്ഞുങ്ങളെ പ്രകൃതിയോടും മണ്ണിനോടും ഒക്കെ ചേർത്ത് അതിലും കൂടി ഇഴകി ചേർന്ന് പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഒരുപാട് സേവനങ്ങളും സഹായങ്ങളും നമ്മൾ ഈ BRCയിൽ ലഭിക്കുന്നുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ അധ്യക്ഷയായിരുന്നു.
ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ MV പ്രിയ ടീച്ചർ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു എന്നിവർ ചേർന്ന് ആദ്യ തൈകൾ നട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തലവടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സന്തോഷ്, പഞ്ചായത്ത് അംഗം പ്രിയ അരുൺ, BPC ഗോപലാൽ ജി, പ്രിൻസിപ്പൽമാരായ S സാജിദ, PR സുജ തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങകലെ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന് പിന്തുണയുമായി ചമ്പക്കുളം സെന്റ് തോമസ് UP സ്കൂളും മാരത്തോൺ സംഘടിപ്പിച്ചായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ഒളിമ്പിക്സിന് പിന്തുണയുമായി നിരത്തിലിറങ്ങിയത്. സ്കൂളിൽ നിന്നും ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളി അങ്കണം വരെയായിരുന്നു ഒളിമ്പിക്സ് പതാകയുമായി വിദ്യാർത്ഥികളും അധ്യാപകരും ഓടിയത്. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഡാലിയ മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് സാജു കടമാട് ഫ്ലാഗ് ഏറ്റുവാങ്ങി. 2024 പാരീസിൽ നടക്കുന്ന ഈ ഒളിമ്പിക്സിൽ നമുക്കറിയാം, ലോകത്തു നിന്നുള്ള ഒത്തിരിയേറെ കലാകാരന്മാർ കായിക മത്സരത്തിന് കായികരായ ഒത്തിരിയേറെ പ്രതിഭകൾ വന്ന് പങ്കെടുക്കുന്ന മത്സരം. ഈ പാരീസ് ഒളിമ്പിക്സിന് സെന്റ് തോമസ് UP സ്കൂൾ ചമ്പക്കുളത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ ചുണക്കുട്ടികളോടൊപ്പം ഞങ്ങൾ പാരീസ് ഒളിമ്പിക്സിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട്. ജിതിൻ K ജോസഫ്, അയോണ മെറിൻ തോമസ്, റിൻഡോ, ഫ്രാൻസിസ്, റീതാമ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം മങ്കൊമ്പിൽ ചേർന്ന സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സംഘടനയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. KCB വാർത്താ അവതാരകൻ കൂടിയായ സേവ്യർ ശൗര്യാരാണ് പുതിയ ജനറൽ സെക്രട്ടറി. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സമ്മേളനം മുൻ മന്ത്രി G സുധാകരനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. സമ്മേളന നടപടികളുടെ അവസാന ഘട്ടത്തിലായിരുന്നു സംഘടനയുടെ പുതിയ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ഇസഹാക്കാണ് പുതിയ പ്രസിഡന്റ്. സോണി, ഷിനോജ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്തു. വർഗീസ് കുര്യൻ, മഹേഷ് എന്നിവരാണ് പുതിയ ജോയിന്റ് സെക്രട്ടറിമാർ. കിടപ്പ് രോഗികൾക്ക് സ്നേഹസ്വാന്തനമായി ഒരു ആരാധനാ ദിനം. നീലേമ്പേരൂർ സെന്റ് ജോർജ് ജ്ഞാനായ വലിയ പള്ളിയിലായിരുന്നു സവിശേഷമായ ശുശ്രൂഷ. വാർദ്ധക്യത്തിന്റെ അവശതയിൽ കഴിയുന്നവർക്കും കിടപ്പ് രോഗികൾക്കും വിശുദ്ധ കുർബാനയിലും ആരാധനയിലും പങ്കെടുക്കാൻ പള്ളിയിൽ വരാൻ കഴിയാറില്ല. ഇത് മനസ്സിലാക്കി ഇങ്ങനെയുള്ളവരെ പള്ളിയിലെത്തിച്ച് അവർക്ക് പള്ളിയിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സ്നേഹസ്വാന്തനമേകുവാനുമാണ് നീലമ്പേരൂർ സെന്റ് ജോർജ് ജ്ഞാനായ വലിയ പള്ളിയിൽ അവസരമൊരുക്കിയത്. സുവിശേഷ സമാജത്തിന്റെ നേതൃത്വത്തിൽ വീടുകളിലേക്ക് വാഹനം കൊണ്ടുചെന്നാണ് ഇവരെ പള്ളിയിലെത്തിച്ചത്. പള്ളിയിലാകട്ടെ കട്ടിലുകളും വീൽ ചെയറുകളും സജ്ജീകരിച്ചിരുന്നു. അൻപതോളം പേരാണ് ശനിയാഴ്ച നടത്തിയ ആരാധനയിൽ പങ്കുചേർന്നത്. ഇവർക്ക് തൈലാഭിഷേകവും നടത്തി. തുടർന്ന് സ്നേഹവിരുന്നിന് ശേഷം പ്രായം ചെന്നവരെയും കിടപ്പ് രോഗികളെയും വാഹനങ്ങളിൽ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്തു. വികാരി ഫാദർ ജിജി പുന്നൂസ് പുത്തൻപുരയ്ക്കൽ, ഫാദർ ജേക്കബ് ഫിലിപ്പ് നടയിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഡീക്കൻ ബിബിൻ ആൻഡ്രൂസ് കുന്നുംപുറത്ത്, ട്രസ്റ്റി കുര്യാക്കോസ് ചാണ്ടി കാട്ടടി, സെക്രട്ടറിമാരായ ബോബി ചാക്കോ, ജൂബി ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. KSRTC ഒരുക്കുന്ന മഹാഭാരത ചരിത്ര തീർത്ഥാടന യാത്രാ പദ്ധതിക്ക് തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗമായ പഞ്ചദിവ്യദേശ ദർശനും അഞ്ചമ്പല കമ്മിറ്റിയും ചേർന്നാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. തൃച്ചിറ്റാറ്റ്, തൃപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം മഹാക്ഷേത്രങ്ങൾക്ക് പുറമെ തൃക്കവിയൂർ, പാണ്ഡവർകാവ്, മുതുകുളം കുന്തിദേവി ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് തീർത്ഥാടകർ മടങ്ങുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നുമായി 7 KSRTC ബസ്സുകൾ തീർത്ഥാടകരുമായി ക്ഷേത്രങ്ങളിൽ എത്തിച്ചേർന്നു. ആറന്മുള വള്ളസദ്യയും കഴിഞ്ഞാണ് തീർത്ഥാടകരുടെ മടക്കം. ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യ നടക്കുന്നത്. അതുവരെ കേരളത്തിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും മുൻകൂട്ടി ബുക്കിംഗ് അനുസരിച്ച് ബസ്സുകൾ ഉണ്ടായിരിക്കും. വെഞ്ഞാറമ്മൂടിൽ നിന്നും തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ ആദ്യം എത്തിയ ബസ്സിന് പഞ്ചദിവ്യ ദേശദർശൻ ചെയർമാൻ B രാധാകൃഷ്ണ മേനോൻ, ദേവസ്വം മാനേജർ അരുൺ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി. ആ 5 മഹാക്ഷേത്ര ഉപദേശക സമിതികളും ഇന്ന് നിങ്ങൾക്ക് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇതേപോലെ ക്ഷേത്രത്തിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി പരമാവധി സഹകരിക്കുന്നു.
അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി, കാരണം ഇനിയിപ്പോൾ ആറന്മുളയിലും ഇതുപോലെ ഒരു ചടങ്ങുണ്ട്, ഞാനവിടെ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളെ ഈ KSRTCയുടെ ഈ വർഷത്തെ ബജറ്റ് ടൂറിസം പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്യും. തുടർന്ന് ബി രാധാകൃഷ്ണ മേനോന്റെ അധ്യക്ഷതയിൽ സമ്മേളനം ചേർന്നു. യോഗത്തിൽ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ രാജു, KSRTC സംസ്ഥാന കോർഡിനേറ്റർ സുനിൽകുമാർ, ജില്ലാ കോർഡിനേറ്റർമാരായ സന്തോഷ് കുമാർ, രാജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ ചേർന്ന് KSRTC ഉദ്യോഗസ്ഥരെ ആദരിക്കുകയും ചെയ്തു. വർക്കല ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചരണ സഭ കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ സത്സംഗം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം, സംഘടനാ വാർഷികം, യുവജന സഭാ സംഗമം എന്നിവയും ഇതോടൊപ്പം നടത്തി. ഞായറാഴ്ച രാവിലെ 8-ന് കാവാലം കുന്നുമ്മ തിരുവളങ്ങാട് ശ്രീ മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഗുരുമണ്ഡപത്തിൽ ഭദ്രദീപ പ്രകാശനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരായ ശ്രീമദ് അസംഗാനന്ദഗിരി സ്വാമികളുടെയും വീരജാനന്ദഗിരി സ്വാമികളുടെയും കാർമ്മികത്വത്തിലായിരുന്നു പ്രാർത്ഥനാ സത്സംഗം. ഒരു ഗുരുവേ ഉള്ളൂ, ഒരു ശ്രീനാരായണ ഗുരുദേവനേ ഉള്ളൂ ചരിത്രത്തിൽ, അല്ലെ? ആ ഗുരുവിന്റെ ഒരേ ഒരു ഗുരുവിന്റെ മഹാസമാധി ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ. അതെവിടെയേ ഉള്ളൂ? ശിവഗിരി മഠത്തിൽ മാത്രമേ ഗുരുവിന്റെ മഹാസമാധി സന്നിധി ഉള്ളൂ, അല്ലെ? ഗുരുവിന്റെ മഹാസമാധി സന്നിധി ഉള്ളത് കൊണ്ടാണ് ശിവഗിരി മഠം നമ്മുടെ ആധ്യാത്മിക കേന്ദ്രമായി തീരുന്നത്, അല്ലെ? അവിടേക്കാണ് നമ്മൾ തീർത്ഥാടനം പോകുന്നത്, അല്ലെ? ഗുരുഭക്തന്മാര് മഞ്ഞയെടുത്ത് പീതാംബരധാരികളായി വ്രതശക്തിയോടുകൂടി നമ്മൾ എങ്ങോട്ടാണ് തീർത്ഥാടകരായി പോകുന്നത്? ശിവഗിരി മഠത്തിലേക്കാണ്, അല്ലെ? തുടർന്ന് ചേർന്ന വിദ്യാഭ്യാസ അനുമോദന സമ്മേളനം സഭാ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ പുളിങ്കുന്ന് ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായി അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിരുജയന്തി ആഘോഷങ്ങൾ വളരെ വിപുലമായിട്ടാണ്. നമ്മൾ ഈ ഇരിക്കുന്ന മിക്കവരിലും എനിക്ക് തോന്നുന്നൊരു 90% ഗുരുഭക്തരും ഈ ശിവഗിരിയിലെ അന്ന് നടക്കുന്ന ജയന്തി ആഘോഷങ്ങൾ കാണുവാനോ പങ്കെടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വർഷമെങ്കിലും നമുക്ക് അതിന് പോകണമെങ്കിൽ ശിവഗിരിയിൽ ഗുരുവിന്റെ തിരുജയന്തി എങ്ങനെയാണ് അവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് എന്ന് നമുക്ക് നേരിൽ ബോധ്യപ്പെടാവുന്ന ഒരു അവസരം സമാഗതമാക്കുകയാണ്. സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് MS ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി MR ഹരിദാസ്, കേന്ദ്രസമിതി അംഗം രവീന്ദ്രൻ കായംകുളം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചേർന്ന വാർഷിക സമ്മേളനം സഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സതീശൻ അത്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MD സലീം അധ്യക്ഷനായിരുന്നു. മണ്ഡലം വൈസ് പ്രസിഡന്റ് MC മംഗളൻ, ട്രഷറർ CR റെജി എന്നിവർ സംസാരിച്ചു. എണ്ണക്കാട് വില്ലേജ് ഓഫീസ്, ഗവൺമെന്റ് LP സ്കൂൾ തുടങ്ങിയ ബുധനൂർ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും മോട്ടോർ മോഷണം നടത്തിയ കേസിൽ ദമ്പതികളെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹരിപ്പാട് കാർത്തികപ്പള്ളി മഹാദേവിക്കാട് കൈമൂട്ടിൽ രാജേഷ്, ഭാര്യ ധാര എന്നിവരാണ് പിടിയിലായത്. ബുധനൂരിലെ പലയിടങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന ഇവരെ ഇപ്പോൾ താമസിക്കുന്ന എണ്ണക്കാട് ഗ്രാമത്തിലെ വാടക വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പിടികൂടിയത്. ഒരാഴ്ചയ്ക്ക് മുൻപാണ് എണ്ണക്കാട് വില്ലേജ് ഓഫീസിലെയും തൊട്ടടുത്തുള്ള ഗവൺമെന്റ് LP സ്കൂളിലെയും മോട്ടോറുകൾ മോഷണം പോയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. മോഷണം നടന്ന സ്ഥലത്തും മറ്റിടങ്ങളിലെയും CCTV ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത്. ആകെ 6 കേസുകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വില്ലേജ് ഓഫീസ്, ഗവൺമെന്റ് LP സ്കൂൾ എന്നീ സ്ഥലങ്ങൾ കൂടാതെ ചെറുകോൾ, പെരിങ്ങലിപ്പുറം, ബുധനൂരിലെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലെയും വീടുകളിലെയും മോട്ടോറുകൾ ഇവർ മോഷ്ടിച്ചിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. മോഷ്ടിച്ചു വിറ്റ മോട്ടോറുകൾ പരുമലയിലെ ഒരു ആക്രിക്കടയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കൂടാതെ മോഷണം നടത്തിയ സ്ഥലങ്ങളിൽ പ്രതികളെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ചെങ്ങന്നൂർ DYSP ബിനുകുമാറിന്റെ നിർദ്ദേശപ്രകാരം മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ A അനീഷ്, SI CS അഭിരാം, ഗ്രേഡ് SIമാരായ സുദീപ്, മോഹൻദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ ഭാസ്കർ, CPOമാരായ ഫിർദൌസ്, ഹരിപ്രസാദ്, വനിതാ CPO രജിത എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6325 രൂപ, പവന് 50,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.